കാക്കിയിൽ നിന്നും കാവിയിലേക്ക് മാറിയ മുൻ ഡി ജി പി ശ്രീലേഖയുടെ കപടതകൾ ഒന്നൊന്നായി തുറന്നു കാട്ടാൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. നേരത്തെ അവർ ശ്രീലേഖയെ മറന്നിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അവർ ബി ജെ പിയിലേക്ക് പോയപ്പോൾ CPM പ്രവർത്തകർ സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ വികസന നേട്ടവുമായി ഭവനങ്ങൾ സന്ദർശിച്ച് അതൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പാടിക്കൊണ്ട് നടക്കുകയാണ് ശ്രീലേഖ IPS കാവ്യ വിശ്വാസികൾക്ക് പറ്റിയ കപട വിശ്വാസിയാണ്. ആ ശ്രീലേഖ IPSനെ ശാസ്തമംഗലത്ത് BJP സ്ഥാനാർത്ഥിയാക്കിയെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ. BJPയേക്കാൾ പ്രചാരണം നൽകുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്. ശ്രീലേഖ BJPക്കാർക്ക് അർഹതപ്പെട്ടത് അനന്തപുരിയിൽ തന്നെ കിട്ടി എന്നൊരു അടിക്കുറിപ്പും അവർ പരിഹാസപൂർവ്വം ഇടുന്നുണ്ട്. ഇതാണ് അവർ ശശി തരൂർ കഴിഞ്ഞ മത്സരത്തിറങ്ങിയപ്പോൾ രഹസ്യമായി പറഞ്ഞു നടന്നത്. എന്തായാലും CPMന്റെ ഒരൊറ്റ വോട്ട് പോലും കിട്ടില്ല ഈ കോൺഗ്രസ്സുകാർക്ക് ഈ പേരിൽ എന്ന് വ്യക്തം. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ BJP വോട്ട് ബാങ്കിൽ കയറി ഒരു നിലവിളി. അപ്പോൾ ആ കിട്ടുന്ന വോട്ടെങ്കിലും ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ അപാകതകൾ വിളിച്ചു പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശിഷ്യനായ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച KPCC അംഗം മണക്കാട് സുരേഷിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ അനന്തപുരിയിൽ ഉയർന്നു നിൽക്കുന്നത്. ദീനരോധനം പോലെ. ഉടൻ തന്നെ ആ ദീനരോധനം ശ്രീലേഖ സ്തുതിയാകുമെന്നതിലാണ് അടുത്തൊരു അത്ഭുതം നടക്കാനിരിക്കുന്നത്. എന്താണ് പക്ഷെ സുരേഷ് പറയുന്നത്? അഖില ലോക പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ അനന്തപുരിയുടെ ദേശീയോത്സവമായ പൊങ്കാലയോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന കുത്തിയോട്ടം എന്ന ആചാരം അനുഷ്ഠിക്കുന്ന കുട്ടികളെയും അച്ഛനമ്മമാരെയും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ ആ മഹതിയെ തന്നെ BJP കെട്ടി എഴുന്നള്ളിച്ചത് ആര് വെല്ലുവിളിക്കണമെന്നാണ് സുരേഷ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇത്രയും കാലം ഈ കോൺഗ്രസുകാരുടെ വായിൽ നാവില്ലായിരുന്നു. ഇത് ആറ്റുകാൽ അമ്പലമോ ആൺപിള്ളയുടെ ജയിൽ മുറിയോ എന്ന് ശ്രീലേഖ IPS അന്ന് ചോദിച്ചത്രേ. അത് വേണമെങ്കിൽ അന്നത്തെ സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞാൽ കിട്ടുമെന്ന് മണക്കാട് സുരേഷ് പറയും. അത് അന്ന് സുരേഷ് പറഞ്ഞില്ല. ഇപ്പോൾ ശ്രീലേഖ ശാസ്ത്രമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ ഒന്നുകൊണ്ടു. എന്തായാലും ഇന്ന് അനന്തപുരിയിൽ BJP നയിക്കുന്നത് അതേ ശ്രീലേഖ IPS തന്നെയാണ്. ആദിപരാശക്തിയുടെ ആത്മീയ സന്നിധിയായ സ്ത്രീകളുടെ ശബരിമലയിൽ നടത്തുന്ന കുത്തിയോട്ട മഹോത്സവത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തിയ ശ്രീലേഖയുടെ ആ പരാമർശത്തെ ഇപ്പോൾ കോൺഗ്രസുകാർ കുത്തിയിളക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊടകരയിലെ കുഴലിലൂടെ പണമൊഴുകിയപ്പോൾ അയ്യപ്പസ്വാമിക്ക് മുന്നിലെ നാമജപവും തൃശ്ശൂരിലെ പ്രജകൾക്കൊരു രാജാവിനെ കൊടുക്കാമെന്ന് സംബന്ധിച്ചപ്പോൾ വടക്കുന്നാഥിന്റെ കലങ്ങിയ പൂരവും മറക്കാൻ BJPക്ക് എളുപ്പമായിരിക്കുമെന്ന സിനിമാ ഡയലോഗും തകർപ്പൻ ഡയലോഗും സുരേഷിന്റെ വകയിലുണ്ട്. പക്ഷേ കറകളഞ്ഞ വിശ്വാസികൾ ഇത് മറക്കില്ലെന്ന് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അതെ, ഇപ്പോൾ വിശ്വാസികളെ വേണം. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ വിശ്വാസത്തെ കയറി പിടിച്ച് ചുളിവിൽ BJP വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കഴിക്കുകയാണ് കോൺഗ്രസ്സുകാരൻ തലസ്ഥാനം.